ഹലോ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നമ്മളുടെ കോർ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി കമൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ടായിരിക്കാം, കൗൺസിലിംഗ് സെഷൻസിലൊക്കെയും ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ ഇത്ര ഇന്നർ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്സിൽ, അതായത് കാർമിക്സ് വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് പിന്നെയും പ്രശ്നങ്ങൾ, അതായത് സെയിം പാറ്റേണിലാണ് നടക്കുന്നത്. അതല്ലെങ്കിൽ ഫിനാൻസ് മേജർ ബ്ലോക്കേജ്, സ്പിരിച്വൽ അവേക്കനിങ്ങിലായിക്കോട്ടെ, ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കോട്ടെ, മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ലൈഫിലെ സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റുന്നില്ല, ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ ഒരു ചേഞ്ച് വരുന്നില്ല, ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നവരോട് മേ ബി അവർക്കൂടെ ഉള്ള ഒരു ആൻസർ ആയിരിക്കാം ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ കോർ ബിലീഫ് സിസ്റ്റം എന്താണ്? അവേക്കനിങ്ങിലേക്കാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഉള്ളിൽ ഡീപ്ലി റൂട്ടഡ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ, നിങ്ങളിനി എത്ര മെഡിറ്റേഷൻസ് ചെയ്തോളൂ, എത്ര നാമജപങ്ങൾ ചെയ്തോളൂ, പ്രാർത്ഥനകൾ ചെയ്തോളൂ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് പഠിച്ചിട്ട് അതൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ ലൈഫിൽ. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ആ ഒരു കോർ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, റീപ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ ആ ഒരു ജേർണിയിൽ സ്റ്റക്കായിരിക്കും. അപ്പോൾ ബിലീഫ് സിസ്റ്റം ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയാം ഇവിടെ. ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാർമിക്സ്, ഞാൻ ഇത്ര ഇന്നർ വർക്ക് ചെയ്തിട്ട് അവർ പോകുന്നില്ല എന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ അവർ പലപ്പോഴും തിരിച്ചു വരുന്നു എന്നുള്ള പറയുന്നവരോട് ഒറ്റ കാര്യമേ പറഞ്ഞു തരാനുള്ളൂ: നിങ്ങളുടെ ഇൻറ്റേർണൽ എനർജറ്റിക് ഫീൽഡിൽ എവിടെയാണോ നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുന്നത്, അതായത് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ സോൾ ലെവൽ ജേർണിയിൽ ആണ്. ഇതിൽ ഇതുവരെ നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾ പഠിച്ചിരുന്നത് നമ്മൾ വെളിയിൽ ചേഞ്ച് ചെയ്യണം, അതായത് 3Dയിൽ ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ജോലി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ നമ്മൾ ചെയ്ത് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. നമ്മളുടെ എക്സ്പീരിയൻസ് നോക്കണം, നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു CV അപ്ഡേറ്റ് ചെയ്യണം, പിന്നെ ഇൻ്റർവ്യൂവിന് പോകണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ആകുമ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ അനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മളെ ട്യൂണപ്പ് ചെയ്യാം, അതായിരിക്കും ആലോചിക്കുന്നത്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെയും ഗോ ത്രൂ ആവുന്നത് നമ്മളുടെ ഉള്ളിലെ നമ്മളെ കേൾക്കാനും കാണാനും, അതിനനുസരിച്ച് ആ ഉള്ളിലെ ശക്തിയുടെ അനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാനുമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിയർ ബേസ്ഡ് എനർജിയിലാണ് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അവർക്ക് ഫൊർഗീവ്നെസ് കൊടുത്തിട്ടില്ല, അവർക്ക് അൺകണ്ടീഷണൽ ലവ് കൊടുത്തുകൊണ്ട് ഇന്നർ എനർജറ്റിക് ഫീൽഡിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കാർമിക്സ് നിങ്ങളെ വിട്ടു പോകാൻ പോകുന്നില്ല. പിന്നെ പലപ്പോഴും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ജേർണിയിലാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഹസ്ബൻഡ് കാർമിക്കാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് കാർമിക്കാണ്, എൻ്റെ അമ്മ കാർമിക്കാണ്, പക്ഷേ അവരെ ഞാൻ നോക്കാണ്ട് പറ്റുമോ, അവരൊക്കെയും ഈ ജന്മത്തിൽ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ജന്മത്തിലാണ് അവർ കൂടെ ഉള്ളത്. ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ല. ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു ജേർണിയിലാണ് നിങ്ങൾ ഹീലായിക്കൊണ്ട് വരുമ്പോൾ, ആ ഇൻറ്റേർണൽ എനർജിയിൽ എന്നാണോ നിങ്ങൾ ഈ കോർ ബിലീഫിനെ നിങ്ങൾ മാറ്റി വെക്കുമ്പോൾ, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാർമിക് പാറ്റേൺസിൽ നിന്ന് ഒരു റിലീഫ് കിട്ടത്തുള്ളൂ. അതിൻ്റെ മീനിങ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമെന്നൊന്നുമല്ല, പോകേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. അതല്ല, അവരും ആ ഒരു അവരുടെ എനർജറ്റിക് ഫീൽഡിൽ ഒരു മാറ്റം വന്നിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണെങ്കിൽ അവർ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കൺട്രോളിങ് ഇഷ്യൂസിനെ ഏതൊരു റിലേഷൻഷിപ്പിലും ലെറ്റ് ഗോ ചെയ്യുക. അടുത്തായിട്ട് സെൽഫായിട്ട് കുറേ ബിലീഫ് സിസ്റ്റം നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവാം ബിഫോർ ദ അവേക്കനിങ് വരുന്നതിന് മുമ്പ്. നമ്മളൊക്കെ ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിലായിരിക്കുമ്പോൾ ആ ഒരു എനർജറ്റിക് ഫീൽഡിൽ എന്തൊക്കെ സെൽഫ് ബിലീഫാണ് നമ്മളെക്കുറിച്ച് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇന്നർലി നമുക്കറിയാം നമ്മൾ ഈ ഒരു കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന ജോലി നമുക്കുള്ളതല്ല എന്ന്. പക്ഷേ
നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ആയിട്ട് പിന്നെയും പിന്നെയും ഈ സോ കോൾഡ് 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ആയിക്കൊണ്ട് നമ്മൾ ആ ജോലിയെ ചൂസ് ചെയ്തുകൊണ്ട് പിന്നെയും അതിലെ സഫറിങ്സിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ആലോചിക്കുമ്പോൾ നമ്മളൊരു ലോവർ വൈബ്രേഷൻ എനർജീസിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സൊസൈറ്റി കണ്ടീഷനിങ്ങിൻ്റെ അനുസരിച്ച് ഒരു 9 to 5 ജോബ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പഠിച്ച ഒരാൾ അടുത്ത ജോലി ചെയ്യണം എന്നുള്ള ഒരു നിയമം കാണാം. അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ആയിട്ടുള്ള ഒരു ലോ അല്ല, നമ്മൾക്ക് നാച്ചുറലി പഠിപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത എന്താണ് ജോലിക്ക് പോകണം. അപ്പോൾ ഈ ജോലിക്ക് പോകുമ്പം നമ്മൾ ഏൺ ചെയ്യണമെന്നുണ്ടാവാം. ഈ ഏൺ ചെയ്യുന്ന കാര്യം കൊണ്ട് അടുത്ത സെറ്റിൽമെൻറ്റ്, അതായത് അതിന് സേവിങ് ചെയ്യണമെന്നുള്ള ഒരു പാറ്റേൺ. ഈ സേവിങ് ചെയ്യുമ്പോൾ എന്താണ്, അത് വിസിബിലിറ്റി, ടാൻജിബിൾ അസറ്റ് എന്ന് പറയാം നമുക്ക്. അതായത് അത് കാണണം, അത് സ്ഥലത്തിൻ്റെ രൂപത്തിൽ, സ്വർണത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ രൂപത്തിൽ എക്സെട്ര. അപ്പോൾ ഇതൊരു സൊസൈറ്റി പാറ്റേൺ ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ജോലി ചെയ്യണം, കാശാക്കണം, ഈ കാശിനെ നമ്മൾ സേവ് ചെയ്യണം ഫോർ ഫ്യൂച്ചർ. ഇവിടെ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ആദ്യത്തെ കാര്യം, ഒരാൾ ഈ 9 to 5 ജോലി ചെയ്താലേ അവർക്ക് ഒരു ഏർണിംഗ് വരത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അറിഞ്ഞോ അറിയാതെയോ ബ്രേക്ക് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എത്രയോ ഹീലേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാനും ഒരു ഹീലറാണ്. ഒരിക്കലും ഞാൻ ഈ ഹീലിങ്ങിനായിട്ട് 9 to 5 ചെയ്യാറില്ല, ജോലി ചെയ്യാറില്ല. 1-2 ഹീലിങ്സ് ആയിരിക്കും നമുക്ക് മാക്സിമം ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്, എനർജിൻ്റെ ക്ലെൻസിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നാൽ ഇവിടെ എനിക്കൊരു എനർജി എക്സ്ചേഞ്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ 9 to 5 ജോലി ചെയ്യണമെന്ന് ഇവിടെ മാൻഡേറ്ററി അല്ല. അത് ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമാണ് നമ്മളിലുള്ളത്. അതേപോലെ തന്നെ വെളിയിൽ പോയിട്ട് ജോലി ചെയ്യണം, ഒരു ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യണമെന്നുള്ളത് ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമാണ് നമ്മളുടെ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു സൊസൈറ്റി കണ്ടീഷനിങ്ങിനെ ഫേസ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും ജോലിയും കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയുള്ള സെർച്ച്, ഔട്ടർ റിയാലിറ്റിയിൽ അത് നമ്മുടെ പർപ്പസിന് അനുയോജ്യം അല്ലെങ്കിൽ പോലും അതിലേക്ക് അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സഫറിങ്സിനെ ബെയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ പാറ്റേണെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഏർണിംഗ് മസ്റ്റ് ആൻഡ് ഷുഡാണ്. അപ്പോൾ ഇതിന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എല്ലാ സോൾസും ചെയ്യുന്ന പോലെ ഒരു നോർമൽ ജോലി ചെയ്യാൻ വന്നിട്ടുള്ളവരല്ല, ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വന്നിട്ടുള്ളവരല്ലേ. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ കണ്ടെത്തുക. ഇനിയൊരു കാര്യം, പാഷനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സോൾ പർപ്പസ് ചെയ്യുന്നു, ഒരു ഹീലിംഗ് ചെയ്യുന്നു, ഇന്ന് തന്നെ നമുക്ക് എനർജി എക്സ്ചേഞ്ച് കിട്ടി, നമ്മൾ അതിൽ സെറ്റിൽ ആവണം, അത് ആ ഒരു മൈൻഡ് സെറ്റോടെ വരുമ്പം പിന്നെയും നിങ്ങളവിടെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ ലിമിറ്റ് ചെയ്യുകയാണ്. അവിടെ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന പാതയിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ, അതായത് കർമ്മം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഫലം റിവാർഡായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ നമുക്ക് പലപ്പോഴും ഒരു സെപ്പറേഷൻ പീരീഡിലൂടെ ഗോ ത്രൂ ആവേണ്ടി വരാറുണ്ട്. കാരണം ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് അത് ഹീലിങ്ങിനായിട്ട് ദൈവമായിട്ട് തരുന്ന ഒരു ടൈം പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റിൽ അവിടെ നമുക്കൊരു ഒബ്സഷൻ്റെ എനർജിയൊക്കെ കാണുമായിരിക്കും. അതൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടും പലപ്പോഴും യൂണിയൻ നടക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സ്റ്റിൽ നമ്മൾ ആ ഒരു ട്വിൻ ഫ്ലെയിമിനെ ഇനിയൊരാളായിട്ട് കാണാറുണ്ട്. അതൊരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ രൂപമാണ് ഇനിയൊരാളാണെന്ന് പറയുമ്പോൾ ആ സോൾ നമ്മളാണ്, അല്ലേ? ഇവിടെ സോൾ ജേർണിയാണ്. അപ്പോൾ ഇത് പിന്നെയും സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആണ് നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ യൂണിയൻ നടക്കാനുള്ള ഒരു ടൈം പീരീഡ്, ടൈം ലൈൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ആവുന്ന ഒരു സംഭവങ്ങളുണ്ട്. അതല്ലാതെ ഈ ഒരു കണക്ഷനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ടു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം അനുസരിച്ച് ഒരിക്കലും. നമ്മളിപ്പം കണ്ടു പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേട്ട് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു കാർമിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ നമ്മൾ ഗോ ത്രൂ ആയത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാം കൺട്രോളിങ് റിലേറ്റഡ് ആയിട്ട്, ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ന സമയത്ത് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ പാർട്ട്ണറിനോട് ചോദിക്കും, ഈ സമയമല്ലേ പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമ്മൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളുടെ ഒരു കാർമിക് അല്ലെങ്കിൽ സോൾമേറ്റ് പാർട്ട്ണറിനോട് നമുക്ക് ചോദിക്കാം. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു കണക്ഷനെ കൺട്രോൾ ചെയ്യാതെ
സറണ്ടർ ചെയ്യുന്നോ അത്രമാത്രം ആ കണക്ഷനിൽ ഹീലിംഗ് നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. കാരണം ഇതിൽ ഇതേ മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട്, ഇതേ ലിമിറ്റഡ് ബിലീഫ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ട്വിൻ മെസ്സേജ് എപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നു പോകും, അവരുടെ ഇഷ്ടം തന്നെയാണോ, അല്ലെങ്കിൽ അവർ വരുമ്പം അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട്, എന്നെ വെറുതെ യൂസ് ചെയ്തിട്ട് പോവുകയാണോ എന്നൊക്കെ ഉള്ള ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ആക്ച്വലി അതൊക്കെ നമ്മുടെ ഉള്ളിലെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തെ അവർ ട്രിഗർ ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ കൗണ്ടർ പാർട്ടും സെയിം എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വരാതിരിക്കാനുള്ള കാര്യം, ആ ഒരു എനർജിയുടെ വാൾസ്, എനർജിയുടെ മതിലുകളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന ബിലീഫ് സിസ്റ്റം നമ്മളിൽ കോറിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും യൂണിയൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ആയി പോകുന്നതും, പലപ്പോഴും ആ സെപ്പറേഷനിൽ തന്നെ ആ ഒരു കണക്ഷൻ ഗോ ത്രൂ ആവുന്നതും ആൻഡ് ആ ഒരു കമ്പൈൻ പർപ്പസിലേക്ക് വരാത്തതും. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള മറ്റു പലരെയും, നിങ്ങൾ മേ ബി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ നിങ്ങൾ അൺകണ്ടീഷണൽ ലവൊക്കെ കൊടുക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിലുള്ള മറ്റു പല റിലേഷൻസിലും നിങ്ങൾ, അത് കാർമിക് ആയിക്കോട്ടെ സോൾമേറ്റ് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. ഇവരെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ അതൊരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമായി. അതായത് എനിക്ക് ഇന്ന സമയത്ത് ഫോൺ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പോകുമ്പം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സോളിനോട് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എഗെയിൻ അവിടെ ഒരിക്കലും ഒരു അറ്റാച്ച്മെൻറ്റോ ഒരു കോഡിപ്പെൻഡൻസിയോ കാണിക്കരുത്. ഇത് തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. നിങ്ങൾ ഒരു കോഡിപ്പെൻഡൻസിയുടെ എനർജിയിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരു തേർഡ് പാർട്ടിയായി നിങ്ങളുടെ ലൈഫിൽ. സെയിം തിങ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ കൗണ്ടർ പാർട്ട് എഗെയിൻ അത് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മുടെ കൗണ്ടർ പാർട്ടിനെ നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അത് ആ ഒരു കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേൾഡിൽ അതൊരു ബോഡിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഇൻറ്റേർണൽ എനർജീൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ എന്താണോ ഉള്ളത് അതാണ് അവിടെ നിൽക്കുന്ന ആ ഒരു കൗണ്ടർ പാർട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇങ്ങനെ എന്തൊക്കെ ബിലീഫ് സിസ്റ്റമാണ്. ആൻഡ് ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ മാരേജ് നടക്കണം, അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഇതനുസരിച്ച് നമ്മളുടെ സൊസൈറ്റി പാറ്റേൺസിന് വേണ്ടി ആക്കിയിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. യെസ്, ട്വിൻ ഫ്ലെയിംസ് മാരേജ് നടക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കാറുണ്ട്. പക്ഷേ അതിനായിട്ടൊരു കൺട്രോളിങ് പലപ്പോഴും നമ്മുടെ തോട്ട് പാറ്റേണിൽ വരുന്നുണ്ടെങ്കിൽ, പിന്നെ അല്ലാതെ അവരുടെ തേർഡ് പാർട്ടീനെ എന്ത് ചെയ്യും, എൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടീനെ എന്ത് ചെയ്യും, ഇതൊക്കെ നിങ്ങളുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉടലെടുക്കുന്ന ഇൻസെക്യൂരിറ്റീസാണ് നിങ്ങളുടെ മുമ്പിൽ സർഫേസിൽ കൊണ്ടെത്തിക്കുന്നത്. അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആവാം, ഡിവൈൻ ആവാം, ചുറ്റുള്ളവരാവാം. അപ്പോൾ ഈ കോർ ബിലീഫ് സിസ്റ്റത്തിനെയൊക്കെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ആ സോൾ ലെവലിലേക്ക് കണക്ട് ചെയ്ത് സോളിൻ്റെ കേൾക്കാൻ പ്രാപ്തരാവത്തുള്ളൂ. അപ്പോൾ ദയവേത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ, കറണ്ട് ജേർണിയിൽ ഇങ്ങനത്തെ ബിലീഫ് സിസ്റ്റങ്ങൾ ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനെ റീപ്രോഗ്രാം ചെയ്യുക. റീപ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഗെയിൻ അഫർമേഷൻസ് തന്നെയാണ്, സറണ്ടറാണ്. ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഡിവൈനിലേക്ക് കണക്റ്റ് ആവാനുള്ളതാണ്, ഡിവൈനിലേക്ക് മേർജ് ആവാനുള്ളതാണ്, ഗൈഡ് ചെയ്യപ്പെട്ട് മേർജ് ആവാനുള്ളതാണ്. അപ്പോൾ ആ മേർജിങ്ങിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ള ആളെന്ന് പറയുന്നത് ആ ഒരു സുപ്രീം പവർ മാത്രമാണ് ഈ ഒരു ജേർണിയിലെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മളുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ച് പിന്നെയും കോഡിപ്പെൻഡൻസി, അത് അഗെയിൻ ഒരു കോർ ബിലീഫ് സിസ്റ്റമാണ്. അവിടേക്ക് പോകുമ്പം പിന്നെയും നമുക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ നമ്മുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കും തരുന്നത്. അപ്പോൾ ഈ അലൈൻമെൻറ്റിലേക്ക് വരിക, നമ്മളും നമ്മളുടെ ആ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിവൈൻ സോഴ്സിലേക്ക് അലൈൻ ആവുക. അവിടുന്നാണ് നമുക്ക് എല്ലാ കാര്യത്തിലും ഗൈഡൻസ് വരുന്നത്. അവിടുന്നാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള
ഹീലിങ്സിനും ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ലൈറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനെയൊക്കെയും അവിടെ സറണ്ടർ ചെയ്യുക. പതിയെ 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 നമ്മളിൽ നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച്, ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് കൗൺസിലിംഗ് സെഷൻസിന്, പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, PLR പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.